ഹലോ, നമസ്കാരം. നമുക്കിന്ന് പവിത്രത്തിൻ്റെ കഥ നോക്കാം. 19/5/25 കഥയാണ് കേട്ടോ, പവിത്രത്തിൻ്റെ കഥ. അപ്പോൾ നമ്മുടെ വിക്രമിന് നല്ല പോസ്റ്റിങ്ങൊക്കെ കിട്ടിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ. അപ്പോൾ വിക്രം വേദേനെയും പിന്നെ അപ്പുമോളെയും വീട്ടിലാക്കിയിട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബൈക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ഉയർന്ന കുറച്ച് നേതാക്കളും ശ്രീകാര്യം ശ്രീനിവാസനും ബാക്കിയുള്ള എല്ലാ ആളുകളും ഉണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ വിക്രം ചെല്ലുന്നത്. അപ്പോൾ വാടോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വിക്രമിനാണെങ്കിൽ പുള്ളിയെ ശ്രീകാര്യം ശ്രീനിവാസനെ കണ്ട ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ കൂടെ ഉള്ളവരുടെ മാണിക്കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരാളും പിന്നെ അയാളുടെ കൂടെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ പറയും, ഞാൻ വിചാരിച്ചു ഞാൻ അന്ന് വഴക്ക് പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരില്ല എന്ന് വിചാരിച്ചു എന്നറിയാം. അതല്ല സാർ, ഞാൻ വേറൊരു ഇതിൽ പെട്ടിരുന്നു. ഞാൻ ഏട്ടൻ്റെ മോളെ കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ ഫോൺ രാവിലെ മുതൽ ഓഫാണല്ലോ എന്ന് പറയുമ്പോൾ അതെ, എങ്ങനെ പോയിരിക്കുകയായിരുന്നു മോളെ കൊണ്ടുവരാൻ. താൻ തനിച്ചാണോ അതോ എന്ന് പറയുമ്പോൾ ഇല്ല, വേദി ഉണ്ടായിരുന്നു. അപ്പോൾ താനൊരു കുടുംബസ്ഥനായല്ലേ എന്നിങ്ങനെ പറയുകയാണ് ശ്രീകാര്യം. അപ്പോൾ ഒരു ചെറിയ ചമ്മലൊക്കെ ആയിട്ട് ഇങ്ങനെ വിക്രം നിൽക്കുകയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ താൻ ഇരിക്കുകയെന്നറിയും. അപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുക. ഇരിക്കടോ എന്നറിയും. അപ്പോൾ പറയടോ, തന്നെ ഈ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറിയൊക്കെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് ആക്കിയിരിക്കുകയാണ് അറിയും. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഇങ്ങനെ, അയ്യോ സാർ അതൊന്നും വേണ്ട, എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്നറിയും. ആരും അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത്. അപ്പോൾ വിക്രം ഇരിക്കുന്നുണ്ട്. ഇരുന്ന ഉടനെയാണ് പറയുന്നത്, ഇങ്ങനെ എവിടെയും പോയി ഇങ്ങനെ കയ്യും കെട്ടിയും ഉണ്ടാകേണ്ട നിൽക്കുകയല്ല വേണ്ടത്, സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറയും, ഇനി താനും കുറച്ച് ഒരു 3-4 പേരുണ്ടാവും അതുപോലെ ട്രേഡ് യൂണിയൻ്റെ സെക്രട്ടറിയൊക്കെ ആക്കുകയാണ്. അപ്പോൾ അതായത് കുറേ ബാധ്യതകൾ, അതായത് കുറേ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആരോ ഡൽഹിയിലുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മുതിർന്ന നേതാവ്, അപ്പോൾ ഞാൻ ഡൽഹിക്ക് പോവും, ഇന്ന് പോവും ഞാൻ ഡൽഹിക്ക്. അപ്പോൾ താൻ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ, താൻ ഒറ്റയ്ക്ക് പേടിക്കേണ്ട, മാണിക്കുഞ്ഞും ഇവരൊക്കെ ഉണ്ടാവും കൂടെ എന്ന് പറയും. അപ്പോൾ പറയും, എനിക്ക് രാഷ്ട്രീയത്തെ പറ്റിയൊന്നും അറിയില്ല, സാറ് പറയുന്നത് ഞാൻ ചെയ്യണു, അത്രയേ ഉള്ളൂ പറയും. അപ്പോൾ പോൾ കാട്ടൂക്കാരൻ്റെ അടുത്ത് നിന്ന് ആ ഫയൽ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ പുള്ളി ഒരു കളി കളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറിയത്. അപ്പോൾ പറയും, നീയാണത് ചെയ്തെന്നത് എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ ഇതാക്കണ്ട, സാറ് പറഞ്ഞു ഞാൻ ചെയ്തു. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ മറിഞ്ഞു വന്നത്. അതിന് നീയാണ് കാരണക്കാരെന്ന് പറയും. അപ്പോൾ പറയാം, അതല്ല സാർ, ഞാൻ അതിൻ്റെ കടമ മാത്രമല്ലേ ചെയ്തുള്ളൂ, അതിന് ഇത്രയും വലിയ പദവികളൊക്കെ എനിക്ക് തരണോ എന്ന് ചോദിക്കും വിക്രം. പറഞ്ഞു, അതല്ലടോ, എനിക്ക് ശേഷം താൻ വേണം. പിന്നെ എന്താ പറയുക, ഇതിലിപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും പഠിക്കാനൊന്നുമില്ല. നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത ഒരാൾ സീറ്റിൽ കയറിയിരിക്കുമ്പോൾ നമ്മുടെ പിന്നിൽ നിന്ന് വേണ്ട ഉപദേശങ്ങൾ തരാൻ ആളുകളുണ്ടാവില്ലേ, അതുപോലെ തന്നെ എന്ന് കരുതിയാൽ മതി, പേടിക്കൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ ഈ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ മരിച്ചു പോകുമ്പോൾ അവരെ മക്കൾ രാഷ്ട്രീയത്തിൽ കയറുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ട് ആ കയ്യിൽ വരുമ്പോൾ തന്നെയൊക്കെ ശരിയായിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയും. താൻ ഇത്ര ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വിക്രമിനോട്. വിക്രമാകെ വിരലി പിടിച്ചുകൊണ്ട് നിൽക്കുക. താൻ സമാധാനമായിട്ടിരിക്കണോ, കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഞാൻ പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ താൻ കൊണ്ടു നടക്കണം. പിന്നെ ഇനി ഈ സാറ് വിളി അതിനി വേണ്ട, സഖാവ് അത് മതി അറിയും. പിന്നെ ഇപ്പോൾ മാണിക്കുഞ്ഞും അറിയും, ഇനിയിപ്പോൾ സാറേന്ന് വിളിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടാളും നനച്ചാൽ സാറേന്ന് വിളിച്ചോളൂ, അല്ലാണ്ട് പുറത്തുനിന്ന് സഖാവേന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഈ സാറ് വിളിക്കാൻ അവിടെ പ്രസക്തിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പാടെ നമ്മളെ വിക്രമിൻ്റെ തലയിൽ വലിയൊരു ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ശ്രീനിവാസൻ കേട്ടോ. അതൊക്കെ കഴിയുമ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ സുധാകര മാഷ് വീട്ടിലേക്ക് വരികയാണ്. സുധാകര മാഷ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും കമലമ്മ ഓടി വന്നിട്ട് പറയും, മാഷേ ഒരു സംഭവം ഉണ്ടായി അറിയും. അപ്പോൾ പറയും, എന്താ എന്ന് ചോദിക്കും മാഷ്. ഒരു നിർവികാര ഭാവമാണല്ലോ അയാൾക്ക്. അപ്പോൾ പറയും, മാഷേ ഇന്ന് അപ്പുമോള് വന്നിട്ടുണ്ട് അറിയും. അപ്പുമോളോ? പറയും, അപ്പോൾ മോളുടെ വേറെ എന്തൊരു പേരാണ് മോളോട് പറയുന്നത്, നല്ലൊരു പേരാണ് പറയുന്നത്. അപ്പോൾ അപ്പോൾ എങ്ങനെയാണെന്ന് പറയും, വിക്രം കൊണ്ടുവന്ന് പറഞ്ഞു. വിക്രമോ? വിക്രം ഏതെങ്കിലും കൂടെ കൊണ്ടുവന്നതാണ് അറിയും. അപ്പോൾ പറയും, എന്തിനാണ് വെറുതെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നറിയാം. അപ്പോൾ പറയും, വെക്കേഷനല്ലേ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ വേദയാണ് കൂട്ടിയും കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞില്ലേ മാഷേ, ആ കുട്ടിക്ക് നമ്മളെ വീട്
പിന്നെ നല്ല ഇതായിട്ടിരിക്കണം നല്ല ആഗ്രഹമുള്ള കുട്ടിയാണ്. അങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി പിന്നെ എടുക്കും അവളെന്ന് പറയും. അപ്പോൾ പറയും നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചുണ്ടാക്കണ്ട എന്ന് പറയും. എൻ്റെ പിന്നെ എൻ്റെ ഇളയ മകനും അവൻ താലി കെട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കൂടിയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നീ അങ്ങനെ ഏറ്റെടുക്കണ്ട എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോഴേക്കും ഈ കുട്ടി അപ്പോൾ ഓടി വരികയാണ്. അപ്പോൾ വന്നിട്ട് വേഗം അച്ചച്ചാന്ന് പറഞ്ഞിട്ട് ഓടി വരും. അപ്പോൾ വേഗം വന്ന് മാഷ് എടുക്കും നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയും പിന്നെ അച്ചച്ചൻ എവിടെയായിരുന്നു? അച്ചച്ചൻ പുറത്ത് പോയിരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ എന്താ മോള് പിന്നെ വിഷുവിന് പോകുമ്പോൾ ഞാൻ പോണില്ല പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചില്ല. ഇപ്പോൾ വേദച്ചെറിയമ്മയും വിക്രം ചെറിയച്ചനും കൂടെ എന്നെ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയും. അപ്പോൾ മാഷ് എന്നിട്ട് അവിടെ ഇരിക്കും. അച്ചച്ചൻ എന്നിട്ട് എന്താ എനിക്ക് കൊണ്ടുവന്നേ എന്നറിയും. ഇപ്പോൾ മിഠായി ഞാൻ പോയി മിഠായി വാങ്ങിക്കൊണ്ടിരുന്ന് പറയുമ്പോൾ വേണ്ട മാഷേ വേദ കുറേ ചോക്ലേറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, എന്നാലും മോൾക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരട്ടെ ഞാൻ എന്നൊക്കെ പറയും. ഞാൻ അറിഞ്ഞില്ലടാ, ഒന്ന് വിളിക്കായിരുന്നില്ലേ മോള് വന്നപ്പോൾ എന്നിങ്ങനെ പറയും മാഷ്. അപ്പോൾ പറയും മാഷ് ഫോണൊന്ന് എടുത്ത് നോക്ക് എന്ന് പറയും. അപ്പോൾ ഫോൺ ഇത് സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ മോള് പറയും അത് ചാർജിലിടണം അച്ചച്ചാ, അല്ലെങ്കിൽ അത് ഓഫായി പോവും എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും ആണോ ചാർജിലിടണോ, എന്നപ്പോൾ അത് ഓഫ് ആവുമല്ലേ എന്നങ്ങനെ മൂപ്പരിങ്ങനെ കളിപ്പിക്കുകയാണ് കുട്ടിയെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. വേദിയുണ്ട്, ശ്രീജി, നന്ദിനി ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ പറയും എന്തായാലും ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ മോൾക്ക് പോയിട്ട് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിയിട്ട് വരാൻ അറിയും. അപ്പോൾ അറിയാം ഇനിയിപ്പോൾ ഈ നേരത്ത് പോകണ്ട, അത് സാരല്ല കവലേക്കല്ലേ ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. എന്നിട്ട് അയാൾ പോവുകയാണ്. അവിടെ പോയിട്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങുന്ന സമയത്ത് വേറൊരാളുണ്ട്. അപ്പോൾ വേറൊരാൾ അറിയും ഇത് ആർക്കാ മാഷേ കളിപ്പാട്ടങ്ങൾ എന്ന് പറയും. അത് വിശ്വൻ്റെ പിന്നെ മോളെ കൊണ്ടുവന്നിട്ടുണ്ട്, മോളുണ്ട് ഇവിടെ, അവൾക്കാണ് അറിയാം. അതിന് വിശ്വൻ്റെ ഭാര്യ കുട്ടിയെ അവരുടെ വീട്ടിൽ നിർത്തിയിരിക്കുകയല്ലേ, പിന്നെ വിശ്വൻ ജോലിക്കൊന്നും പോകാത്തതുകൊണ്ട് നോക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കും. അപ്പോൾ നിങ്ങൾക്കിത് അറിയാമെങ്കിൽ നിങ്ങളെന്തിനത് ചോദിക്കാൻ നിൽക്കണം എന്ന് പറയും. നിങ്ങളുടെ മരുമകൾ നിങ്ങളെ മകനെ വിളിച്ചുകൊണ്ട് അവളെ വീട്ടിൽ പോയി നിൽക്കുന്നത് എനിക്കറിയാം, എന്നിട്ട് ഞാൻ നിങ്ങളോട് അതിനെപ്പറ്റി ചോദിച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ അറിയുന്ന കാര്യങ്ങൾ വെറുതെ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് പൈസയും കൊടുത്തിട്ട് മാഷ് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി ഇങ്ങോട്ട് ഇറങ്ങി സൈക്കിളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോ വന്ന് ഇടിക്കും. പക്ഷെ മാഷ് ഇങ്ങോട്ട് മാറുന്നതുകൊണ്ട് മാഷ മേൽ തട്ടുന്നില്ല. പക്ഷെ വീണ് കാലിൻ്റെ മുട്ടൊക്കെ ചെറിയ ഇതായിട്ട് ഇങ്ങനെ ചിരകി പൊളിഞ്ഞിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ആ സൈക്കിൾ മറിഞ്ഞ് കിടക്കാൻ എല്ലാവരും കൂടെ വന്ന് മാഷ എടുത്ത് പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ എന്താ പറയുക, ശ്രീജ കുഞ്ഞിനിങ്ങനെ ഭക്ഷണം എടുത്ത് കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. അപ്പോൾ പറയും പിന്നെ വേദി അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് കമലയുണ്ട്, കമലമ്മയുണ്ട്, എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനാ അച്ഛൻ പിന്നെ അമ്മ എന്താ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്, എന്തിനാ എപ്പോഴും അവിടെ നിർത്തുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും അത് പിന്നെ പറയും അത് മോളെ എങ്ങനെ ഇപ്പോൾ വിട്ടത് മോളെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മോളെ വിട്ടോ എന്നൊക്കെ. അപ്പോൾ ശ്രീജയാണ് അതിന് മറുപടി പറയുന്നത്. നന്ദിനി ഓരോരോ കുഞ്ഞാഴ്ചകൾ വരണം. എന്തായാലും വേദയുടെ മനസ്സിലിരിപ്പ് കൊള്ളാം. കാരണം എന്താ വെച്ചാൽ അവൾ ആഗ്രഹിച്ച പ്രകാരം നിൻ്റെ മനസ്സിൽ നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു ചൊറിച്ചിലുണ്ടാക്കുകയാണ് അവിടെ. അപ്പോൾ നന്ദിനിയെടുത്തിയുടെ മനസ്സിലെ കുശുമ്പും കുഞ്ഞാഴ്മയൊന്നും എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ കുട്ടി ചോദിക്കും എന്താണ് ഈ കുഞ്ഞാഴ്മ എന്ന്. അപ്പോൾ നന്ദിനി അറിയാതെ നിൻ്റെ വേദച്ചെറിയമോടനെ ചോദിച്ചു നോക്കും, വേദച്ചെറിയമ പറഞ്ഞു തരും എന്നറിയും. അപ്പോൾ ഇവർ ചീത്ത പറയാണ്, മറ്റേ കമലമ്മ ചീത്ത പറയാണ് നന്ദിനീനെ. കാരണം ഒരു കാര്യമില്ലാണ്ട് ചൊറിഞ്ഞുകൊണ്ട് വരുന്നുണ്ടിട്ട്. അതിന് നല്ല മറുപടി നമ്മളെ ശ്രീജയും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദിനി അങ്ങോട്ട് പോകുമ്പോഴേക്കും വിശ്വം വരും. അപ്പോൾ വിശ്വം വന്നിട്ട് അറിയും ശ്രീജയെ ഒരു ഗ്ലാസ് ചായ എടുക്കുക പറയുമ്പോഴാണ് മകളെ കാണുന്നത്. അപ്പോഴാണ് മകളെ കാണുന്നത്. അപ്പോൾ പറയാം ഇത് ആരാ അച്ഛൻ്റെ മോളോ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കാൻ വരികയാണ് കേട്ടോ. അപ്പോൾ പറയും അച്ഛനെന്താ എനിക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കും കുട്ടി. അപ്പോൾ പറയും മോളെ ഞാൻ അറിഞ്ഞില്ല, മോള് അറിഞ്ഞെങ്കിൽ അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരുമായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രീജ പറയും പിന്നെ ഒരു റൂം നിറയെ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കും എന്ന് പറയും. അപ്പോൾ കമലമ്മ ചീത്ത പറയുകയാണ് പിന്നെ എന്താണ് ശ്രീജയെ എന്ന് വിളിക്കാൻ പറയും. സങ്കടം കൊണ്ട് പറഞ്ഞു പോകണതാണ് അമ്മേ എന്ന് പറയും. അതിലിങ്ങനെ പിന്നെ ഇങ്ങനെ കുട്ടിയെ എടുത്ത് ഇങ്ങനെ കളിപ്പിക്കും ഒക്കെ ചെയ്യാണ് കേട്ടോ. ഇത് മറ്റേ ശ്രീജ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ശ്രീജ കരയാണ്. അപ്പോൾ നമ്മളെ വേദ കുട്ടീനെ കൊണ്ട് പോകുമ്പോൾ മോൾക്ക് ചെറിയമ്മ ഭക്ഷണം തരാറിട്ട് കുട്ടീൻ്റെ അടുത്തും കൊണ്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ ശ്രീജ എന്നിട്ട് അപ്പോൾ മറ്റേ വിശ്വം അറിയാം പിന്നെ ഞാൻ അറിഞ്ഞില്ല ശ്രീജേറിന്. അപ്പോൾ അറിഞ്ഞിട്ട് ഒന്നും ചെയ്യില്ലല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ കമലമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ശ്രീജറി സങ്കടം കൊണ്ട് പറഞ്ഞു പോണതാണ് അമ്മേ, അല്ലാണ്ട് ഒന്നുമല്ല എന്നാണ്. അത്രയ്ക്ക് വിഷമമുണ്ട് മനസ്സിൽ. ഈ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ അതും ചെയ്യില്ല. കാരണം ഇയാൾ ജോലിക്ക് പോകേണ്ട എങ്ങനെ കുഞ്ഞിനെ ആരാ നോക്കുന്നത്
അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് വേദക്കുട്ടീൻ്റെ അടുത്തും കൊണ്ട് പോകുമ്പോൾ ആ ചെറിയമ്മ ഭക്ഷണം തരാറിൻ്റെ അടുത്തും കൊണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് പിന്നെ നന്ദിനി പഴം ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും മാഷ് ഓട്ടോറിക്ഷയിൽ ഒരു 2-3-4 ആൾക്കാരും കൂടെ പിടിച്ചും കൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് കാണുമ്പോൾ നന്ദിനി അമ്മേ അമ്മേ പറഞ്ഞ് വിളിച്ചു, ഇങ്ങോട്ട് വാ അച്ഛൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓടി ഉമ്മർത്ത് വരുമ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഇങ്ങനെ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വന്നു ഇടിക്കാൻ, പിന്നെ ഇടിച്ചു. പക്ഷെ ആ വണ്ടി വരുന്നിട്ട് മാഷെ ഇടിച്ചിട്ട് തന്നെ ഇടിക്കാൻ തന്നെ വന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്ന് പറയും. അപ്പോൾ അതങ്ങനെ ആവില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ അറിയാണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോയത്, അപ്പോൾ പറ്റിയതാണ് എന്ന് പറയും. അതൊന്നുമല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്, വണ്ടി ഇടിക്കാൻ തന്നെ വന്നതാണ് എന്ന് പറയുകയാണ് കേട്ടോ. അതിലൊരു അവസാനം അപ്പോൾ പറയും സൈക്കിൾ എവിടെ വയ്ക്കും. അപ്പോൾ സൈക്കിൾ കൊടുത്തിട്ടുണ്ടാവില്ല, സൈക്കിൾ ആ കടയുടെ മുന്നിൽ തന്നെ നിർത്തിയിട്ടിരിക്കുക. അപ്പോൾ നീ പോയിട്ട് ആ സൈക്കിൾ എടുത്തിട്ട് വാ എന്ന് പറയും മാഷ്. അപ്പോൾ അല്ല ഇനിയിപ്പോൾ ഈ നേരത്ത് എടുക്കണം, നാളെ രാവിലെ എടുത്താൽ പോരെ, മടി. അപ്പോൾ പറയും ഈ രാത്രി മുഴുവൻ ആ സൈക്കിൾ അവിടെ നിർത്തണോ എന്ന് വയ്ക്കും. അല്ല എന്നാൽ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയും. അപ്പോഴേക്കും പിന്നെ വന്നവരൊക്കെ പോവാറിട്ട് അവരും പോവുകയാണ് കേട്ടോ, വലിയ ഉപകാരം കേട്ടോ എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോൾ കാലിന് ചെറിയൊരു ഇതുണ്ട് വീണതിൽ, അതിൽ പറയും പേടിക്കേണ്ട എന്ന് പറയും. അപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്ന് പറയും. ഡോക്ടറെ അടുത്ത് പോകണം, അതിന് നോക്കും ഡോക്ടറെ അടുത്ത് പോകണോ നിൽക്കുമ്പോൾ വേണ്ട അറിയും. ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ, എല്ലാവർക്കും ആകെ ഒരുമാതിരിയും. അപ്പോൾ പറയും ശരിക്കും ആ ഓട്ടോ എടുക്കാൻ വന്നത് തന്നെയാണോ എന്ന് പറയുമ്പോൾ അറിയില്ല, എനിക്കറിയില്ല അറിയും. എന്നിട്ട് പിന്നെ വിശ്വം അപ്പോഴേക്കും പറയും ഇരുട്ടത്ത് നിന്ന് നമ്മളെയൊക്കെ ഉപദ്രവിക്കാൻ ആരൊക്കെ നിൽക്കേണ്ടതെന്ന് ഇപ്പോൾ ആർക്കും അറിയാം എന്നിങ്ങനെ മാഷ് പറയുമ്പോൾ വിശ്വം പറയും ഞാൻ പോയി സൈക്കിൾ എടുത്തിട്ട് വരാറിട്ട് വിശ്വം പോവും. അത് കഴിഞ്ഞിട്ട് നമ്മളെ നീ എന്നെ ഒന്ന് പിടിച്ച റൂമിലേക്ക് ഒന്ന് കൊണ്ടാക്കുക എന്ന് പറയുകയാണ് മാഷ്. അങ്ങനെ പിടിക്കാൻ പോകുമ്പോഴേക്കും നന്ദിനിയും ഇതുപോലെ എന്തോ പറഞ്ഞിട്ട് നന്ദിനിയും പോവുകയാണ് കേട്ടോ. അപ്പോൾ മാഷ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നന്ദിനിക്ക്. അത് കഴിഞ്ഞ് വേദം വന്ന് പിടിക്കുന്ന സമയത്ത് പിടിക്കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ മാഷ് ശരിക്കും അവർ അടിക്കാൻ വന്നതാണോ അറിയില്ല, ഇതിനൊക്കെ കാരണക്കാരനായ ഒരുത്തൻ വരുമല്ലോ, അവനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുകയാണ് വേദേനോട്. അത് കഴിഞ്ഞിട്ട് മാഷ് അങ്ങനെ കമലമ്മ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഇവള് നന്ദിനി വെറുതെ ഇരുന്ന് ഭയങ്കര ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കാണാൻ വിനായകൻ അങ്ങോട്ട് വരും. വിനായകൻ വന്നിട്ട് എന്തിനാ നീ ചിരിക്കണേ എന്ന് വയ്ക്കും. അപ്പോൾ പറയും പിന്നെയും വിനായകനെ കാണുമ്പോൾ പിന്നെയും ചിരിക്കും. അപ്പോൾ പറയും വിനയേട്ടന് അച്ഛനൊരു പിന്നെ ഒരു പഴഞ്ചൊല്ല് പറയില്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ത് പഴഞ്ചൊല്ല് എന്ന് വയ്ക്കുമ്പോൾ പൊട്ടനെ ചതിച്ച ചെട്ടീനെ ആര് ചതിക്കുന്നതാണ് പറയുന്നത് എന്ന് വയ്ക്കുമ്പോൾ കുട്ടനോ എന്ന് വയ്ക്കുമ്പോൾ അല്ല രാഘവൻ എന്ന് പറയും വിനയൻ. അപ്പോൾ പറയും എന്താ സംഭവം എന്ന് വയ്ക്കും. അവൾ ഇവിടെ വലിയ അളവാൻ വേണ്ടിയിട്ടാണ് മോളെ കൂട്ടിക്കൊണ്ട് വന്നത്, മോളെ കൂട്ടിക്കൊണ്ട് വന്നത്. അതായത് നിന്നേക്കാളും വലിയ ആളാവനോട്ട് അതന്നെ. അപ്പോൾ ഞാൻ പറയുന്നത് കേക്ക് വിനയേട്ട എന്ന് പറയുകയാണ് നന്ദിനി. എന്നിട്ട് പറയും. അപ്പോൾ അവൾ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയത്. ഇപ്പോൾ അച്ഛൻ എന്നിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായത്, അച്ഛൻ കവലയിൽ പോയപ്പോൾ അച്ഛൻ വീണു, വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് വീണു. ഇപ്പോൾ എന്തായി, പിന്നെ അവൾ വലിയ ആളാൻ വേണ്ടി അപ്പോൾ അപ്പമോൾ വന്നതുകൊണ്ടാണല്ലോ അപ്പോൾ അച്ഛൻ പുറത്തിറങ്ങിയത് കളിപ്പാട്ടം വാങ്ങാൻ പോയത്, അതുകൊണ്ടാണല്ലോ അച്ഛന് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ എന്തായി, അവൾക്ക് കിട്ടേണ്ടത് കിട്ടിയെന്ന് പറയും. അതിൽ വിനയൻ കൈ വീശിയ ഒരൊറ്റ അടി അങ്ങനെ എടുക്കുകയാണ് മുഖത്തേക്ക് ഇട്ടിട്ട്. അതിൽ പറയും എന്തിനാ വിനയേട്ടാ എന്നെ തല്ലിയത് എന്ന് പറയുമ്പോൾ നിന്നെ തല്ലിയതോ 3 കാര്യങ്ങൾക്കാണ് നിന്നെ തല്ലിയത്. 1 എട്ടും പൊട്ടും തിരിയാത്തൊരു പിഞ്ചു കുഞ്ഞിനെ നിൻ്റെ കുശുമ്പും അസൂയയ്ക്കും വലിച്ചിട്ടത്. 2 എൻ്റെ അച്ഛൻ വീണപ്പോൾ നീ അത് പിന്നെ അച്ഛനെ കളിയാക്കി പറഞ്ഞത്. 3 അച്ഛൻ പറയുന്ന കടങ്കഥകൾ ഒന്നും അറിയാണ്ട് നീ അവതരിപ്പിച്ചത്. ഇതിന് 3നും കൂടെയാണ് നിനക്ക് അടി കിട്ടിയത് എന്നറിയും. മിണ്ടാണ്ടിരുന്നു, നിനക്ക് ഇത്രയ്ക്കും നിൻ്റെ മനസ്സ് ഇത്രയും ദുഷിപ്പാണ്, ഇത്ര പോകുന്നൊരു കുഞ്ഞിനെയും കൂടി പിന്നെ ഇതിൽ വലിച്ചിടാന്നെങ്കിൽ നിനക്ക് നാണുണ്ടോ എന്നൊക്കെ വെച്ചിട്ട് വിനയം കുറേ അങ്ങോട്ട് ചീത്ത അറിയണേ. അപ്പോൾ അവൾ വിചാരിച്ചാൽ അവൾ വലിയ കാര്യമാണ് പറയുന്നത്. എന്തായാലും നല്ല കണക്കിന് മോക്ക് ടച്ചാണ് കൊടുക്കേണ്ടത്. എൻ്റെ അറിയും മിണ്ടാണ്ട് കയറി കടന്നുറക്കുക. ഒരു കാര്യം ശരി, ഞങ്ങൾ അമ്മയും അച്ഛനും മക്കളും തമ്മിൽ പല പ്രശ്നമുണ്ടാവും എന്ന് വെച്ചിട്ട് എൻ്റെ അച്ഛനെ പറ്റി നീ കുറ്റം പറയണ്ട കേട്ടോ, അത് മാത്രമൊന്നും നീ ആയിട്ടില്ല. എൻ്റെ അച്ഛനെ കുറ്റം പറയുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറയുന്നത് നീ വിചാരിച്ചോ, അങ്ങോട്ട് ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കയറി കിടക്കുകയാണ്. അപ്പോൾ പറയും ഇത് കുറച്ച് നേരത്തെ ചെയ്യായിരുന്നു, ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവൾ ഇത്രയും തലയിൽ കയറിയത് എന്നറിയും. എന്നിട്ട് പിന്നെ അപ്പോൾ പറയും ഇയാളെന്താണ് എന്തിനു ഞാനൂല്
മറ്റേ പത്തിയെടുക്കും. അതുപോലെ വേണ്ട ഇനിയിപ്പോൾ ഇതൊന്നും പറയണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് നന്ദിനി. കാരണം കിട്ടേണ്ടത് കിട്ടിയപ്പോഴാണ് തോന്നിയത്. അങ്ങനെ എന്ത് നല്ല കാര്യവും വേദ ചെയ്താലും അതിന് നെഗറ്റീവായി കണ്ട് അത് പറഞ്ഞുകൊണ്ട് നടക്കലാണ് നന്ദിനിയുടെ ജോലി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പവിത്രം നല്ല രസമായിട്ട് തന്നെയാണ് പോകുന്നത്. എല്ലാവരും മിസ് ചെയ്യേണ്ടതാണ്. അതുപോലെ രാധാസ് ഫാമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. മാത്രമല്ല ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നല്ല രസമുണ്ട്. നാളത്തെ പ്രൊമോയും കാണിച്ചു, പക്ഷെ അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യേണ്ട കാണുക. ഓക്കെ, താങ്ക് യു.